നമസ്കാരം. നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും പഠിച്ചു കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു നർത്തകർക്ക് വേണ്ട 10 ഗുണങ്ങളാണ്. പാത്രപ്രാണങ്ങൾ എന്ന് പറയും. അത് ശ്ലോക രൂപേണ ഒന്ന് പറയാം എന്താണെന്നുള്ളത്, എന്നിട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് പഠിക്കാം. ജവ സ്ഥിരത്വം രേഖാം ച ഭ്രമരി ദൃഷ്ടി അശ്രമഃ മേധ ശ്രദ്ധ വജോ ഗീതം പാത്ര പ്രാണ ദശമസ്മൃതഃ എന്ന് വെച്ചാൽ ഒരു നർത്തകർക്ക് വേണ്ട 10 ഗുണങ്ങളാണ്. അതായത് ജവ എന്ന് വെച്ചാൽ സ്പീഡ്, വേഗത, നൃത്തം ചെയ്യാനുള്ള വേഗത വേണം. സ്ഥിരത്വം, അതായത് സ്ഥിരത വേണം. രേഖാംച, രൂപം വേണം. ഓക്കെ, അപ്പം ജവ സ്ഥിരത്വം രേഖാംച, വേഗത, സ്ഥിരത, രൂപം. ഭ്രമരി എന്ന് വെച്ചാൽ ചുറ്റാനുള്ള കഴിവ്. ദൃഷ്ടി എന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ നൃത്തം ചെയ്യുമ്പോൾ കൈകൾ പല ഭാഗങ്ങളിലേക്കും കൈയുടെ പൊസിഷൻ മാറും. അതനുസരിച്ച് നമ്മുടെ ദൃഷ്ടി പോകണം. അപ്പോൾ അങ്ങനെ ദൃഷ്ടി പോകാനുള്ള കഴിവ് വേണം. അശ്രമഃ എന്ന് വെച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാകരുത്. നൃത്തം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ടയേർഡായി പോകരുത്. അപ്പോൾ അത്ര നല്ല സ്ട്രോങ് ആയിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പം ഭ്രമരി, ദൃഷ്ടി, അശ്രമഃ, മേധ, ശ്രദ്ധ, വജോ, ഗീതം. മേധ എന്ന് വെച്ചാൽ ബുദ്ധി വേണം. ശ്രദ്ധ, നൃത്തം ചെയ്യാനുള്ള ഉത്സാഹം വേണം. വജോ, അതായത് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് വേണം. ഗീതം, പാടാനുള്ള കഴിവ് വേണം. പാത്ര പ്രാണ ദശമസ്മൃതഃ, അങ്ങനെ 10 ഗുണങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാത്രപ്രാണങ്ങൾ നൃത്തരൂപേണ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ജവ സ്ഥിരത്വ രേഖാം ച ഭ്രമരി ദൃഷ്ടി അശ്രമഃ മേധ ശ്രദ്ധ വജോ ഗീതം പാത്ര പ്രാണ ദശമസ്മൃതഃ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പാത്രപ്രാണത്തെക്കുറിച്ചാണ് പഠിച്ചത് നമ്മൾ. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കണ്ട് പഠിക്കണം. അതുപോലെ തന്നെ എല്ലാവരും കാണുന്നവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.